നമ്മൾ ഈരാറ്റോട്ടത്തിന് തീക്കോയി കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴത്തേനും മൂന്നിലവ് തലനാട് നിലടത്ത് മുമ്പോട്ട് വന്നു. ഇതേ റൂട്ട് തന്നെയാണ് ഇല്ലിക്കല്ലും പോകുന്നത്. ഇവിടെ തിരുമ്പുന്നുണ്ടോ ആ ഒരു കയറ്റമുണ്ടോ, അവിടെ നിന്ന് നേരെ അടുത്തേക്ക് തിരിഞ്ഞാൽ ഇല്ലിക്കല്ലോട്ട് വഴിയാണ്. തീക്കോയി വന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. അവിടെ നേരെ വന്ന് കഴിയുമ്പോൾ ഇതുപോലെ പാലം കാണാം. ഇത് തീക്കോയി ബ്രിഡ്ജ്. നമ്മൾ ഈ പാലത്തെ കയറി കാണാം. അപ്പം ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. ഒരു വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്കിവിടുന്ന് ബോർഡ് കാണുകയൊക്കെ ചെയ്യാം ഇല്ലിക്കല്ലിൽ നിന്ന്. അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം ഇല്ലിക്കല്ലോട്ട്. ഇതുപോലെ അതിമനോഹരമായിട്ടൊരു സ്ഥലം കേട്ടോ. ഉണ്ടോ നല്ല വെള്ളമൊക്കെ, വെള്ളം കുറഞ്ഞു, മഴയെല്ലാം കുറഞ്ഞില്ലേ. പേട്ട തീക്കോയി ഭാഗം എന്നൊക്കെ പ്രമുഖത്തിനുള്ളത് എപ്പോഴും തന്നെ നല്ല, ഇവിടെ വരുമ്പോൾ തന്നെ നല്ല പച്ചപ്പും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പേട്ട. ഈ തീക്കോയി ഇവിടെ നിന്ന് അങ്ങോട്ട് തലനാട് ആ ഏരിയയൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഓക്കെ, എന്ത് രസമാണ് കാണാൻ വേണ്ടി. വെള്ളമൊക്കെ നല്ല സുന്ദരമായിട്ട് ഒഴുകുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഒരു പ്രശസ്തമായ സ്ഥലമുണ്ട് ഇല്ലിക്കക്കൽ. അപ്പം ഞാൻ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നിലവിൽ ഞാൻ പോകുന്ന വഴിക്ക് നിൽക്കുന്നത് തൂക്കുപാലം സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു കാഴ്ച അതിമനോഹരമായ കാഴ്ച കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് തന്നെ. ഈ തൂക്കുപാലം എന്ന സ്ഥലം ഞാനേ ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ഈ വഴി, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതാണ് കണ്ടോ തൂക്കുപാലം. അപ്പം ഇതൊരു 5-6 കൊല്ലമായെന്നാണ്, 6-7 കൊല്ലമായെന്നാണ് പറഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട്. ഇതിനു മുമ്പ് ഒരു തടിയുടെ പാലമൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയല്ലേ സ്പടിക സിനിമ, അതിലൊരു ഫൈറ്റ് സീനാണ്, ഏതോ ഒരു സീൻ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്താക്കുന്നത്. ഞാനിപ്പോൾ അതിലെ വന്നാക്കുവാണ്. അപ്പം ഇവിടുത്തെ കാഴ്ച കാണാം, അത് കഴിഞ്ഞ് നമ്മൾ ഇല്ലിക്കലിൻ്റെ കാഴ്ച കൂടെ കാണാം. ഓക്കെ, ഞാനിപ്പോൾ തൂക്കുപാലത്തിൽ കയറിയാക്കുവാണ്. നല്ല വെയിലുണ്ട്, മഴയായിരുന്നു ഞാൻ വരുന്ന വഴിക്കൊക്കെ. അപ്പം മഴ മാറി ഇപ്പോൾ വെയിലായി. കണ്ടോ പാലം കുലുങ്ങുന്നുണ്ട്, കണ്ടോ കാണാമോ, പാലം കുലുങ്ങുന്നുണ്ട്. അപ്പം നിങ്ങളിങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഞാൻ പാലായെന്നാണ് വന്നു കേട്ടോ. പാലായിൽ നേരെ ഈരാറ്റോട്ടം വന്നു, ഈരാറ്റോട്ടം തീക്കോയി വന്നു, തീക്കോയി ലെഫ്റ്റ് എടുത്ത് ഇല്ലിക്കൽ റോഡിലോട്ട് കയറി. അപ്പം ഈ റോഡിൽ പോകുന്ന വഴിക്കാണ് ഈ തൂക്കുപാലം നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ ഈ തൂക്കുപാലമൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വേണം പോകാൻ. ഞാൻ ഇവിടുന്ന് നേരെ ഇനി ഇല്ലിക്കലിലോട്ട് പോവുകയാണ്. ഇനിയിപ്പം മഴയൊക്കെ ആയിരുന്നു, അത് ഓപ്പൺ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ്. ഇവിടെ 4 പേര് കൂടുതൽ കയറാൻ പറ്റില്ല തൂക്കുപാലത്തിൽ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ 6 പേര് കൂടുതൽ വാച്ചെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് 4 പേര് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ തൂക്കുപാലത്തിൻ്റെ സ്റ്റേ അടിച്ചാക്കുന്നുണ്ടോ. ഇത് ഇവിടുന്ന് കേട്ടോ, കണ്ടോ. ഇവിടുന്ന് സ്റ്റേ അടിച്ച് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. ഇവിടെ വരുന്നവർക്ക് ആണെങ്കിലും ഒരുപാട് പേര് കയറുന്ന പറഞ്ഞാൽ, എന്നാലും സൂക്ഷിച്ചൊക്കെ വരുവാണ്. നല്ലൊരു അടിപൊളിയൊരു കാഴ്ചയാണ് കേട്ടോ. ഞാൻ തൂക്കുപാലം കയറി വന്നു കേട്ടോ. തൂക്കുപാലം കയറി വന്ന് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. ഓക്കെ, ഇത്ര രസമാണ്. ഇവിടെ ചെറിയൊരു വീട് കാണാം കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, എന്തിൻ്റെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം തൂക്കുപാലം. ഞാൻ വന്ന വഴി അവിടെ നിന്ന് കേട്ടോ. പക്ഷെ എന്നാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ അങ്ങ് പോവാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നൊക്കെ അറിയാം. ഒരു വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. ചെറുതായിട്ട് ഒരു നടുഭാഗം എത്തുമ്പോഴത്തേനും ചെറിയൊരു വിറയൽ പോലൊക്കെ ഉണ്ട് കേട്ടോ. പാലം ചെറുതായിട്ട് കുലുങ്ങും, തൂക്കുപാലം അല്ലേ, കുലുങ്ങാതിരിക്കത്തില്ലല്ലോ. കണ്ടോ നല്ല അതിമനോഹരമായ കാഴ്ചകൾ. അവിടെ ഒരു പാറ കണ്ടോ, പാറ കണ്ടോ വെള്ളം. നിലവിലെ ആൾക്കാരൊന്നുമില്ല കേട്ടോ, ഞാൻ തന്നെ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് കാഴ്ചകൾ. രസമല്ലേ കാണാൻ. ഇല്ലിക്കലിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തൂക്കുപാലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ വരിക, ഇത് ഉറപ്പായിട്ടും കണ്ടിട്ട് പോകാവുള്ളൂ. ഇവിടെ നിന്ന് ഇതുപോലെ മനോഹരമായ കുറേ കാഴ്ചകളുണ്ടല്ലോ. ഇപ്പം മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ ആ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് വീഡിയോയിൽ അത്രയും കിട്ടത്തില്ലായിരിക്കും, പക്ഷേ ചെറുതായിട്ട് കാണാൻ പറ്റും. അപ്പം എപ്പോഴാണെങ്കിലും ശരി, നിങ്ങൾ ഇല്ലിക്കലിൽ വന്നു കഴിഞ്ഞാൽ തൂക്കുപാലം കയറി കണ്ടിട്ടേ പോകാവുള്ളൂ. ഓക്കെ, ഇനി ഇല്ലിക്കലിലോട്ട് ഞാൻ പോവാം. അപ്പം ഇനി ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ഈ ഒരു ഭാഗമായി കഴിയുമ്പോൾ തൊട്ടുണ്ടല്ലോ കയറ്റാൻ കേട്ടോ. അപ്പം ഈ വളവെല്ലാം കയറി അങ്ങ് പോകണം. നല്ല കയറ്റമാണ് കേട്ടോ. ഇല്ലിക്കലിലോട്ട് എത്താറായി കേട്ടോ. അപ്പോൾ ഇതിന് വേറെ പാലം ഉണ്ട്, ഇല്ലിക്കലിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ പാലത്തിലോട്ട് കയറിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ വെള്ളച്ചാട്ടം കാണാം കേട്ടോ. ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല. ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ ആയിട്ട്. ഇതിലാണ് നമ്മൾ ഇല്ലിക്കയിൽ പോകുന്ന വഴി കേട്ടോ. ഇതാ ഒരു
മല കണ്ടോ, നല്ല ഭംഗിയാണ്. അപ്പം ശരി മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റേതായൊരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണത്തൊന്നുമില്ല, പതഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ടാണ് കേട്ടോ എല്ലായിടത്തും നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. ഞാൻ വരുന്ന വഴി പല സ്ഥലങ്ങളിലും കണ്ടു ഇതുപോലെ വെള്ളച്ചാട്ടം. ഇല്ലിക്കൽ എത്താറായി കേട്ടോ. അപ്പോഴത്തേനും എനിക്കിവിടെ ഇല്ലിക്കൽ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പോകേണ്ട സ്ഥലം എന്താണ്ടേ, ഇതങ്ങ് ഇതാ കാണുന്ന അതുകൊണ്ടോ, ആ പുറകെ കണ്ടോ, ആ മഞ്ഞ് മൂടി കിടന്നുണ്ടോ, അങ്ങോട്ടൊക്കെ എനിക്ക് പോകേണ്ടത്. ഇവിടെ അങ്ങനെ ഞാൻ ഇല്ലിക്കലിൽ എത്തി കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റൊക്കെ വാങ്ങുന്നത്. ഈ കൗണ്ടറിന് തൊട്ട് താഴെയായിട്ട് ഒരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടിയെല്ലാം കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് കയറുന്ന ടിക്കറ്റ് ഇട്ടാണ് നമ്മളോട് പോകുന്നത്. ജീപ്പ് സഫാരിയും എൻട്രി ഫീസും കൂടി ഏകദേശം ഒരു 59 രൂപ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഇല്ലിക്കൽ വരുന്നതിന് ഈ വഴിയെല്ലാം നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ലാത്ത നല്ല നീറ്റ് വഴിയാണ്. അതുകൊണ്ട് ഏത് വണ്ടി ഇവിടെ എത്തുകയും ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി വന്നാൽ കാണുന്നുണ്ട്. ഈ ജീപ്പിനാണ് കേട്ടോ നമുക്ക് മുകളിലോട്ട് പോകാനുള്ളത്. എനിക്ക് തോന്നുന്നൊരു 8 പേര് 10 പേരാണ്. ഞാൻ ആ സമയത്ത് കറക്റ്റ് ഓർക്കുന്നില്ല എത്ര പേരെ കയറിയെന്ന്. ഇവിടെ ജീപ്പിൽ നിന്ന് മുകളിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് നമുക്ക് മുകളിൽ നടക്കാനാണ്. കിലോമീറ്ററില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടു പോകാൻ പറ്റും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ ഈ 2 സൈഡും ഇങ്ങനെ മഞ്ഞ് കയറി കിടക്കുകയാണ്. ഒരു സൈഡ് നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ നല്ല തണുപ്പ്. ഇതിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കേട്ടോ ഒരു വാഴയാണോ എന്തോ ഒരു സംഭവം, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാ സംഭവം ഒന്നും. ഇതറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നല്ല തണുപ്പാണ്, ഫുള്ള് മഞ്ഞ് കയറി കിടക്കൂടെ എല്ലാ സൈഡിലും. നോക്കിയേ, മഴയൊക്കെ പെയ്തുകൊണ്ടാണ് കേട്ടോ നല്ല മഞ്ഞ്, ഒരു രക്ഷയിലോട്ട്. ഈ തവണത്തെ കാലാവസ്ഥ അടിപൊളിയായിരുന്നു. ഞാൻ ഒരു തവണ വന്നിട്ടുണ്ട് മുമ്പ്, പക്ഷേ ആ തവണ ഇത്രത്തോളം മഞ്ഞൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ തവണ നല്ല ഭംഗിയുണ്ടോ. ഇത് ഇവിടുന്ന് ഇനി മുകളിലോട്ട് നടന്നു പോകണം. ഇത് ആൾക്കാരെല്ലാം പോകുന്നുണ്ടോ, അവിടെ ചെന്നിട്ട് വേണം മുകളിലോട്ട് കയറി പോകാനൊക്കെ ആയിട്ട്. ഇനിയിപ്പം ഒത്തിരി പറയാനൊന്നുമില്ല, നല്ല കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ കണ്ട് ഈ വഴി നേരെയല്ലേ, അതിലെ പോയിട്ട് ഇതാ കാണുന്ന കൈവരിയില്ലേ, അതുവഴി നടന്ന് വേണം കയറി മുകളിലോട്ട് ചെല്ലാനൊക്കെ ആയിട്ട്. ഇത് ആ കാണുന്നുണ്ടോ, ഇത് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ കണ്ട് ഈ കൈവരി ആ വഴിയില്ലേ, അതിലേം കയറി നമുക്ക് പോകാൻ പറ്റും. പിന്നെ അതിലൂടെ കുറച്ച് വീതിയുള്ള ഒരു പേവിൻ്റെയിൽ കുടിച്ച വഴിയാണ്, അതിലേ നമുക്ക് കയറി പോകാൻ പറ്റും കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ടുള്ള കാഴ്ച കാണാനാണ് നമുക്ക് നോക്കുന്നത്. പിന്നെ മഞ്ഞ് ഒരു രക്ഷയില്ല, അത് പരായ്ക്കാൻ പറ്റത്തില്ല, അതുപോലെ മഞ്ഞ് കേട്ടോ. ഈ വഴിയാട്ടോ നമുക്ക് മുകളിലോട്ട് കയറി പോകാനുള്ള നടപ്പ് വഴിയായിട്ടുള്ള വേറെ. അത് കുറച്ചും കൂടെ ഒരു ട്രക്കിംഗ് മോഡൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കയറി പോകാൻ പറ്റും ഈ വഴി. അത് നമുക്ക് അല്ലാതെ ഒരു കുറച്ചും കൂടെ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ഫാമിലി ആയിട്ടും പിള്ളേരെ കൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഞാൻ എന്നാലും ഈ വഴിയും കയറാൻ തീരുമാനിച്ചോ കേട്ടോ. ഇനിയിപ്പോൾ ഈ വഴിയെ നേരെ കയറി അങ്ങോട്ട് ചെല്ലാം. നമ്മൾ ഇതുണ്ട് ഈ ഇതെല്ലാം പിടിച്ച് കയറി പോകണം. അയ്യോ, കൊള്ളാം, നല്ല വഴിയാണല്ലോ. ഒരു ട്രക്കിങ്ങിന് ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അവിടെ. നമ്മളിവിടുന്ന് കയറി ചെന്ന് മിക്ക ഇല്ലിക്കല്ല് കാണാൻ പറ്റും. ഈ കാണുന്ന കൈവരിയൊക്കെ ഇല്ലേ, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ വന്ന കേട്ടോ ഈ കൈവരിയൊക്കെ. പണ്ടൊക്കെ ഞാൻ ചെല്ലുമ്പോഴത്തേനും കൈവരിയൊന്നും ഇല്ല, അതിലേക്ക് ഇറങ്ങി നടന്നു പോകാറ്. അതെ, മഞ്ഞെല്ലാം അങ്ങനെ ചെല്ലുമ്പോൾ മഞ്ഞൊക്കെ മാറി കേട്ടോ. അതെ, ഇവിടെ കുറേ മഞ്ഞ് മാറാനൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ സൈഡെല്ലാം കുറേ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നേരെ നമുക്ക് മുകളിലോട്ട് കയറി പോകണം. അത് ആ കാണുന്ന വഴിയുണ്ടോ, അപ്പം കുഞ്ഞ് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇതിലേ കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലണം. പണ്ട് ഞാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കൈവരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ അടുത്ത കാലം എന്ന് പറഞ്ഞ പോലെ വന്ന കൈവരിയാണ്. ഈ കല്ലെല്ലാം കാണാൻ രക്ഷയില്ല കേട്ടോ. പക്ഷെ അന്നത്തെ ആ ഒരു ഫീൽ ഇപ്പോൾ ഇല്ല. ഇപ്പം ഈ കൈവരിയൊക്കെ പണിത് കൊണ്ട് അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഞ്ഞായി. ഇനി അത്രയും ദൂരം നടന്ന് കയറി ചെല്ലണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇല്ലിക്കല്ല് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. അങ്ങനെ ഇല്ലിക്കല്ലെത്തി. ഇതാ കാണുന്ന ഇല്ലിക്കല്ല് കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ഇല്ലിക്കല്ലിൻ്റെ പുറകെ കൂടി വേറെ വഴിയുണ്ട് കേട്ടോ. അതിലും കുറേ പേരൊക്കെ വരാറുണ്ട്. ഞാൻ ആ വഴി പോയിട്ടില്ല, അടുത്ത തവണ ആ വഴിയിൽ നിന്ന് പോകണം. ഇത്രയും ദൂരം നടന്ന് വന്നു കഴിയുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ. അടിപൊളി. വെയിലൊക്കെ കാണാം കേട്ടോ മേഘത്തിൻ്റെ കൂടെയൊക്കെ. നമ്മുടെ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ ഇല്ലിക്കല്ല്. അതായത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരത്തിലുള്ള വഴി. പിന്നെ അതുകൂടാതെ 3500 ഉയരത്തിലാട്ടോ ഇല്ലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ടുള്ള ഈ വഴിയൊക്കെയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരത്തിലുള്ള വഴി എന്നൊക്കെ പറയുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല്ലിക്കല്ലിന് ഈ കല്ലില്ലേ, ഇതിനൊരു ഷേപ്പില്ല, അതിനൊരു കോൺ ഷേപ്പാണ്. അപ്പം ഇതിന് കോൺകല്ലെന്നും പിന്നെ വേറെ കല്ലും കൂടെ ഉണ്ട്, അതിന് കുടക്കല്ലെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ഈ നിൽക്കുന്ന ഭാഗമില്ല, അതിനൊരു കുട ഷേപ്പാണെന്ന് പറയുന്നത്. ഇത് ബന്ധിപ്പിക്കുന്ന വഴിയുണ്ട്, അതിനെ നരകപാലം എന്നാണ് പറയുന്നത്. അപ്പം ഈ നരകപാലം എന്ന വഴിക്ക് പ്രത്യേകിച്ച് ഇത് വളരെ വീതി കുറഞ്ഞ വഴി കേട്ടോ. ഞാൻ ആ വഴിയൊക്കെ പണ്ട് പോയിട്ടുണ്ട്, നല്ല വീതി കുറവുള്ള വഴി തന്നെയാണ്. അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
അങ്ങനെ ഇല്ലിക്കലിൻ്റെ കാഴ്ചയെല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോ ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തണം കേട്ടോ. ഓക്കെ, ബൈ.